അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവനാണ് വിജയി എന്നുള്ളത്. അല്ലാത്തവൻ വെറുതെ വാചകം അടിക്കാന്നുള്ള ഒന്ന് മാത്രമാണ്. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ എനിക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ സാധിക്കട്ടെ. അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ഞാനിതുവരെ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ വർക്ക് ചെയ്തപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബെറ്ററായൊരു കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്യാനാണ് സർവശക്തൻ എനിക്ക് ഭാഗ്യം നൽകിയത്. അത് നിലനിൽക്കട്ടെ. ഇവിടുന്ന് 2 ദിവസം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്താനാണ് എന്നെ വിളിച്ചത്. പക്ഷേ ഫസ്റ്റിലായതുകൊണ്ട് ഞാൻ സത്യത്തിൽ മൊത്തം ഒരു ബ്ലാങ്കാണ്. അപ്പം അതൊക്കെ വഴിയെ ഉള്ള മീറ്റിങ്ങിലൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം. അപ്പം നമുക്ക് ഐജാക്കിൻ്റെ ഒപ്പം സ്ട്രോങ് ആയിട്ട് നിന്ന് ഞങ്ങൾ നല്ലൊരു വിജയം ഇവിടെ കരസ്ഥമാക്കുന്നുള്ളത്. അതിനൊക്കെ ഉതകുന്ന ഒരു ലെജൻഡ്, ദ ഫാദർ ഓഫ് ജസ്പേഡ്, ഡോക്ടർ നിഷാദ് അബൂബക്കർ ഒക്കെ സാറായിട്ട് ഇന്നലെ ഒരുപാട് സംസാരിക്കാൻ പറ്റി. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ഞാൻ എത്ര താവാൻ പറ്റുമോ അത്രയും നമ്മുടെ മുന്നിൽ താവുന്നു. നമ്മുടെ മനസ്സിൽ അത്ര ഉയരുന്ന ഒരു മനുഷ്യൻ. എങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ആ വലിയ മനുഷ്യനാണ് നമ്മുടെ. ഞാൻ കുടുംബശ്രീയിൽ മാത്രമാണ് ഇത്രയും പെണ്ണുങ്ങളെ കണ്ടത്. ഇവിടെ വന്നപ്പോൾ സാധാരണ അടുക്കളയിൽ നിരകിച്ച് കഴിയേണ്ടിരുന്ന നമ്മളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഉയർത്തിയ ഈ വലിയ പ്രതിമക്ക് കൊടുക്കട്ടെ നമ്മളൊരു ബിഗ് ക്ലാപ്പ്. മൈക്ക് പിടിച്ചിട്ട് സത്യത്തിൽ കൈ ഇങ്ങനെ വിറക്കുകയാണ്. കാരണം ഫസ്റ്റ് ടൈം ആകുമ്പോഴുള്ള ആ ഒരു വിറയലുണ്ടല്ലോ. പക്ഷെ വന്നപ്പം മുതലേ എന്നെ എങ്ങനെ ഏത് മേഖലയിൽ എവിടേക്ക് ഉയർത്താൻ പറ്റിയോ അവിടെയൊക്കെ എൻ്റെ പേരുകൾ ഉപയോഗിച്ച് എന്നെ ഉയർത്തിയ ആ വലിയ മനുഷ്യന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. നന്ദി, നമസ്കാരം. അല്ലേ? അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ദുബായിൽ നിന്ന് ഹസ്ബൻഡിൽ നിന്ന് റിസൈൻ ചെയ്യിച്ച് അവിടെ ജോലി കളഞ്ഞ് അടുത്ത ദിവസം ഫ്ലൈറ്റ് ഓടി തുടങ്ങിയാൽ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാവും. സന്തോഷം. ഒരു കുടുംബത്തെ ഒന്നിപ്പിക്കാൻ പറ്റിയില്ല, അല്ലേ? ഇവരിലേക്ക് അവിടെ ഇവിടെ കിടന്നത്, അല്ലേ? ഒരു ശിഥിലമായി പോകുന്ന കുടുംബത്തെ എന്തായാലും ഇനിയാണ് കൂടുതൽ വിശേഷങ്ങളുമായി.